Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് ബ്ലൂബെറി ക്രഷിന്റെ റെസിപ്പി നോക്കാം. നമുക്ക് മിൽക്ക് ഷേക്കിലും അതുപോലെ ഐസ്ക്രീം പുഡിങ്ങും അതുപോലെ പൈ കേക്കിന്റെ ലെയേഴ്സിലും അതല്ലെങ്കിൽ ഈവൻ ബ്ലൂബെറി കേക്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു റിച്ച് ഫ്ലേവറിലുള്ള നല്ലൊരു പർപ്പിൾ കളറിലുള്ള ബ്ലൂബെറി ക്രഷിന്റെ റെസിപ്പി നോക്കാം. ബ്ലൂബെറി ക്രഷ് തയ്യാറാക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഫ്രഷ് ബ്ലൂബെറീസോ അല്ലെങ്കിൽ ഫ്രോസൺ ബ്ലൂബെറീസോ എടുക്കാവുന്നതാണ്. നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പഞ്ചസാര, ഇത് വേവിക്കുന്നതിനായിട്ടുള്ള വെള്ളം, അതുപോലെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ബ്ലൂബെറി ഒന്ന് വേവിച്ചെടുക്കാം. ബ്ലൂബെറി ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിലാണ് മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കൊരു സോസ് പാനിലേക്ക് ഈ ബ്ലൂബെറീസ് ചേർക്കാം. 250 ml മെഷറിംഗ് കപ്പിൽ 4 കപ്പ് ബ്ലൂബെറിയാണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 450 ഗ്രാം ബ്ലൂബെറീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബോയിൽ ചെയ്യിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ട് ബോയിലായി വന്നതിന് ശേഷം ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇനി നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഈ ബ്ലൂബെറീസ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റോളം ഈ ബ്ലൂബെറീസ് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ ഒരു കളറും ഫ്ലേവറും ഒക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബ്ലൂബെറി സോസ് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത്. ഏകദേശം 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. പഞ്ചസാരയുടെ അളവ് 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർക്കാം. അത് ബ്ലൂബെറീസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് പുളിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർക്കാം. അതേസമയം സ്വീറ്റ് ആയിട്ടുള്ള ബ്ലൂബെറീസ് ആണെങ്കിൽ ഒരു 3/4 കപ്പ് പഞ്ചസാരയൊക്കെ ചേർത്താൽ മതിയാവും. ഇനി വീണ്ടും 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ബ്ലൂബെറീസിലേക്ക് ആ ഒരു ഷുഗർ നന്നായിട്ടൊന്ന് ഇറങ്ങി അതുപോലെ നല്ലൊരു റിച്ച് പേർപ്പിൾ കളറ് ആയിട്ട് വരുന്നത് വരെ നമ്മളിത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. ഈ നാരങ്ങാ നീര് ചേർക്കുന്നത് ഈ ഒരു സിറപ്പ് ഒന്ന് ക്രിസ്റ്റലൈസ് ആകാതിരിക്കാനായിട്ടാണ് നമ്മളിതിലേക്ക് നാരങ്ങാ നീര് ചേർക്കുന്നത്. നാരങ്ങാ നീര് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോർ ഒന്നും ചേർക്കുന്നില്ല. കോൺഫ്ലോർ ചേർത്തിട്ട് നമ്മൾ ഇതിന് മുമ്പ് ചെറി വെച്ചിട്ടുള്ളൊരു സോസ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ചെറി പൈക്കകത്തുള്ളൊരു ഫില്ലിംഗ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബ്ലൂബെറി ക്രഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുക്കുന്നതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഈ ക്രഷ് പകർത്തുന്നുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു തിക്നെസ് ഉള്ളത്. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഈ ഒരു ബ്ലൂബെറി ക്രഷ് തിക്കായിട്ട് വരും. അപ്പോൾ നല്ലൊരു റോയൽ പേർപ്പിൾ കളറാണ് ഈ ഒരു ബ്ലൂബെറി ക്രഷിന് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് കേക്കിൻ്റെ ഓരോ ലെയേഴ്സിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്ലൂബെറി ക്രഷിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.